ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചിരുന്നു. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വാഗമണ്ണിൽ പോയാൽ കാണേണ്ട ഏറ്റവും നല്ല അടിപൊളി 4 സ്ഥലങ്ങളാണ് ഇന്ന് കാണിച്ചു തരാൻ വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു വാഗമണ്ണിൽ. അപ്പോൾ ഞാൻ പോയിരുന്ന 4 സ്ഥലങ്ങളാണ്, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാഗമണ്ണിൽ പോകണമെങ്കിൽ മിസ് ചെയ്യാണ്ട് കണ്ടിരിക്കേണ്ട 4 അടിപൊളി സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അവിടെ ഓരോ ആക്ടിവിറ്റിക്കൊക്കെ എത്ര പ്രൈസ് എന്നങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് അഡ്വഞ്ചർ പാർക്കാണ്. ഇപ്പോൾ വാഗമണ്ണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്ക്. അവിടെ പേര് പോലെ തന്നെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓരോന്നിൻ്റെയും പ്രൈസ് കാണാം. നമുക്ക് ഓരോന്നിനും 250, 350, 400 അടുത്തൊക്കെ ഓരോന്നിനും പ്രൈസ് വരും. അപ്പോൾ ഇതേപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സ്കൈ സൈക്ലിംഗ്. അതേപോലെ ഇതുമ്പോൾ നമുക്ക് നൂലും ഇതുപോലെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതേപോലെ കുഞ്ഞേ പിള്ളേർക്കുള്ള കുറേ സംഭവങ്ങളുണ്ട് അഡ്വഞ്ചറിൻ്റെ. പിന്നെ ഇതേപോലെ തന്നെ VR, അതേപോലെ തന്നെ 2LD തിയേറ്റർ. പിന്നെ അതുപോലെ ഇതേപോലെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഊഞ്ഞാൽ വിടുന്ന ആ ഒരു സീനാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം പേടിയാവും. പിന്നെ ഇത് നമ്മൾ ആ ഒരു സിപ്പ് ലൈൻ്റെ ആ ഒരു ഭാഗത്ത് സിപ്പ് ലൈൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിപ്പ് ലൈനിൽ കയറിയപ്പോൾ അവിടെ നിന്ന് വ്യൂ കിട്ടിയത് ഈ ഒരു രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിന് 4000 എത്രയാണ്ടാണ് വില പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയുള്ള വ്യൂ ആണ് ഈ കാണാൻ പോകുന്നത്. നമുക്ക് കയറുമ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ പേടി വരും. കാരണം അടിയിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ കൊക്ക പോലെ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ കുറേ താഴ്ത്തിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അത് ചെറുതായിട്ടൊരു എനക്കുള്ള പോലെ ഉണ്ട്. അതായത് അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അത് ചെറുതായിട്ടൊന്ന് ഇണങ്ങും. അപ്പോൾ നമുക്ക് അത്യാവശ്യം പേടി തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കുമ്പോൾ ആ ഒരു ലുക്ക്. ആ അറ്റത്തെത്തുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൊക്ക പോലെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതാണ് അറ്റം. അപ്പോൾ അറ്റത്തെത്തുമ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് 5 മിനിറ്റിന് ഒരാൾക്ക് 250 രൂപയാണ്. അപ്പോൾ ഒറ്റ ടൈമിൽ ഏകദേശം 20 ആളോളം നമുക്ക് ഇതുമ്പോൾ കയറ്റി വിടും. പിന്നെ അതിന് ശേഷം അടുത്ത 5 മിനിറ്റ് അടുത്ത ആൾക്കാർ അങ്ങനെ സെറ്റായിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ വാഗമണ്ണിൽ പോകുമ്പോൾ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ കയറാനും ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്, 15-20 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറി കുറേ ഇങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇതേപോലെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് കിട്ടും. അതായത് ഒരു ചെറിയ തണുപ്പൊക്കെ പോലെ നല്ല നമുക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് തങ്ങൾപ്പാറയാണ്. അപ്പോൾ ഇതൊരു മുസ്ലിമിൻ്റെ ഒരു പ്ലേസാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പള്ളി പോലെ ഒരു സെറ്റപ്പൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും മുകളിൽ വരെ ഇങ്ങനെ കയറാൻ പറ്റും. കയറി നല്ല അടിപൊളി വ്യൂ കിട്ടും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കുറച്ച് കയറിയുള്ള അപ്പോൾ കുറച്ച് കയറിയപ്പോഴുള്ള വ്യൂ ആണ്. അപ്പോൾ ഇനി ഏറ്റവും മുകളിൽ പോയിട്ടുള്ള വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും, കാരണം നല്ല മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പകുതിയോളം കയറുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ കയറാനുള്ള ഭാഗം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും ഏറ്റവും മുകളിലേക്ക് പോയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മുകളിലേക്ക് പോയി നമുക്ക് ഇതേപോലെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തണുപ്പ് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വൈകിട്ടൊക്കെ സമയത്താണ് പോയത്. അപ്പോൾ മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായി. അതേപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂവും കിട്ടും. അതേപോലെ തന്നെ നല്ല തണുപ്പും കിട്ടും മുകളിലെത്തിയാൽ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുക നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് ഏറ്റവും അറ്റത്തേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇനി ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ മഞ്ഞ് മൂടിയൊരു വ്യൂ ആണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റത്തെ സ്ഥലം, അതായത് നമ്മുടെ 4ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ മൊട്ടക്കുന്നുകളാണ്. അപ്പോൾ മൊട്ടക്കുന്നുകളിലേക്ക് നമുക്ക് ഇതേപോലെ ടിക്കറ്റ് എടുത്തതിന് ശേഷം കയറാൻ പറ്റും. ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതേപോലെ ഇഷ്ടംപോലെ കുറേ മൊട്ടക്കുന്നുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. അത് ഉള്ളിലേക്ക് കയറി ഇതേപോലെ ഒരു വ്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പട്ടം പറത്തി നടക്കുന്നുണ്ട്. അപ്പോൾ പട്ടമൊക്കെ വാങ്ങിച്ച് നമുക്ക് അവിടെ പറത്താനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ കുന്നുകളുണ്ട്. കുറേ കുന്നുകൾ നമുക്ക് ഓരോ കുന്നിൽ നിന്ന് മറ്റേ കുന്നിലേക്ക് ഇങ്ങനെ മാറി നടക്കാൻ ഇഷ്ടംപോലെ കുന്നുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ നടക്കാൻ നടുവിലൊരു വഴിയുണ്ട്. ഇവിടെയും കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ സിപ്പ് ലൈൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ കുഞ്ഞേ പിള്ളേർക്ക് ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അത്. അപ്പോൾ ഞാൻ അവിടെയുള്ള കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ പ്രൈസുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങിനാണുള്ളത്.
അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 400 പിന്നെ അതേപോലെ തന്നെ 2 കോംബോ ആയിട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 600 രൂപയാണ് അതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മുകളിൽ ഇങ്ങനെ കാണുന്നതാണ് സിപ്പ് ലൈൻ, അതേപോലെ തന്നെ സ്കൈ സൈക്ലിംഗ്. അവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ 2-3 സംഭവങ്ങളാണ് മെയിനായിട്ടുള്ള സിപ്പ് ലൈനും സ്കൈ സൈക്ലിംഗ്. പിന്നെ അതേപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വന്നപ്പോൾ അത് ആക്റ്റീവ് ആയിരുന്നില്ല, അതായത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വ്യൂ നമുക്ക് എല്ലായിടത്തും കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ചെറുതായിട്ട് മഴക്കാലമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല രീതിയിൽ തണുപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കുന്നിൽ നിന്ന് മറ്റേ കുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനും നല്ല വ്യൂ കിട്ടാനും ഒക്കെ അടിപൊളി സ്ഥലമാണ്. നമ്മുടെ സിപ്പ് ലൈനും കയാക്കിങ്ങും ഒക്കെ നമുക്കിവിടെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊട്ടക്കുന്നുകൾ. അങ്ങനെ 4 സ്ഥലങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അത്ര ഉണ്ടായിട്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇത് വല്ല വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുക.